ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം എൻ്റെ ഒരു അനുഭവസാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം അടിയനെ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചാനലിലൂടെ എനിക്ക് എൻ്റെ ഒരു അനുഭവസാക്ഷ്യത്തെ ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാർ. എൻ്റെ സ്വദേശം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഒരു ചെറിയ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ജനിപ്പാനും രണ്ട് മാതാപിതാക്കളാൽ വളർത്തപ്പെടുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, 3 മക്കളടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു എൻ്റേത്. അവിടെ എനിക്ക് 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. എനിക്ക് മൂത്തതായിട്ടൊരു സഹോദരിയും ഇളയതായിട്ടൊരു സഹോദരിയും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവസാക്ഷ്യം എൻ്റെ മൂത്ത സഹോദരിയോടുള്ള ബന്ധത്തിലാണ് എൻ്റെ അനുഭവസാക്ഷ്യം തുടങ്ങുന്നത്. എൻ്റെ സഹോദരിക്ക് ഒരു ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയും രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ സമയത്തായിരുന്നു ഞാൻ ഈ സത്യ ദൈവത്തെ അറിയുവാനും ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനൊക്കെ ഇടയായിത്തീർന്നത്. അതിനു മുൻപേ ഞാൻ ഹൈന്ദവ രീതിയിലുള്ള വിശ്വാസത്തെ പിൻപറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ ഹൈന്ദവ രീതിയിലുള്ള ചടങ്ങുകളും പൂജകളും അങ്ങനെയൊക്കെ നടത്തപ്പെടുന്ന ഒരു പരിസ്ഥിതിയിലൊക്കെയായിരുന്നു ഞാൻ ജീവിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ തന്നെയുള്ള, അതായത് എൻ്റെ സ്വദേശം പട്ടാമ്പിയാണ്, അവിടെ നിന്ന് ഒരു കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന വിശുദ്ധ സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയപ്പെടുന്ന അമ്പലങ്ങളിലൊക്കെ ഞാൻ എല്ലാ മാസവും സന്ദർശനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു എനിക്ക് സത്യജീവനുള്ള ദൈവത്തെ നേരിൽ അനുഭവിച്ചറിയാനും ആ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനൊക്കെ എനിക്ക് ഇടയായിത്തീർന്നു. അത് വലിയൊരു ഭാഗ്യ പദവിയായിട്ടാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഇരുട്ടിൽ, അതായത് ജീവനുള്ള ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ പലതിനെയും ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊക്കെ ദൈവം തന്ന ആ ഒരു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ആ ത്യാഗോജലമായിട്ടുള്ള ഒരു ത്യാഗത്തെ എനിക്ക് വേണ്ടി, എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വന്തം നിണത്തെ പോലും എനിക്ക് തന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ അപ്പൻ്റെ ഒരു പൈതലായിട്ട് മാറുവാൻ എനിക്ക് ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സാവകാശങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. അത് വലിയൊരു ഭാഗ്യ പദവിയായിട്ടാണ് ഞാൻ ഇന്നും കണക്കാക്കുന്നത്. കാരണം ഞാൻ ലോകത്തിൻ്റേതായ പലവിധ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവായിട്ട് തീർന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു എനിക്ക് ഈ ജീവനുള്ള ദൈവത്തെ കാണുവാനും ആ ദൈവത്തിന് വേണ്ടി ജലത്തിൽ സാക്ഷീകരിപ്പാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തുറന്നു തന്നത്. എൻ്റെ ഭവനത്തിലെ ആ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, എൻ്റെ മൂത്ത സഹോദരിക്ക് ചെവിയുടെ ഒരു കേൾവി കുറവിൻ്റേതായ പ്രയാസമാണ് ആദ്യം സഹോദരിക്ക് നേരിട്ടത്. അത് പിന്നെ ഗ്രാജുവലി പിന്നെ മെൻ്റലി കുറച്ച് പ്രോബ്ലംസൊക്കെ പുള്ളിക്കാരിക്ക് വരുവാനിടയായിത്തീർന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു എനിക്ക് ജീവനുള്ള ദൈവത്തെ കാണുവാനും കണ്ടുമുട്ടുവാനും ആ ദൈവത്തിൻ്റെ മകനായി തീരുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തുറന്നു തന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത സഹോദരി വളരെയധികം പ്രയാസത്തിലൂടെ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ എനിക്ക് വളരെയധികം പ്രയാസത്തിലൂടെ, ഞാനും വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലും കടന്നു വന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരു മെമ്പേഴ്സിന് ഒരു പ്രയാസമോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കത് ഒട്ടും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, അത് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരിക്ക് ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തപ്പെട്ടു. പക്ഷേ അവിടെ ഒന്നും ഒരു പരിഹാരം ഒന്നും സംഭവിച്ചില്ല. ഒരുപാട് പൈസ ഞങ്ങളുടെ
നഷ്ടപ്പെട്ടു പോയി. ലോകത്തിൻ്റേതായ വൈദ്യശാസ്ത്രത്തിലേക്ക് ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഗ്രാജുവലി മൂത്ത സഹോദരിക്ക് യാതൊരു വ്യതിയാനമോ യാതൊരു മാറ്റമോ അദ്ദേഹത്തിൽ ഉളവായില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഞാനും വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ചിത്രകാരനാണ്. ഞാൻ ശാസ്ത്രീയമായിട്ട് ഞാൻ ചിത്രകല അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ദൈവം തന്നൊരു ദാനമാണ് അതും. ആ ഒരു കഴിവ് കൊണ്ടാണ് ഞാൻ ഇന്നും ഉപജീവന മാർഗത്തിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മൂത്ത സഹോദരിയുടെ ആ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ നോർമലി എൻ്റെ ഉപജീവനത്തിനായിട്ട് ഞാൻ കടന്നുപോയി. ഞങ്ങളുടെ പട്ടാമ്പി എന്ന് പറയുന്ന ആ ദേശത്ത് ടൗണിൽ ഞാനൊരു വർക്കിനോടുള്ള ബന്ധത്തിലായിരുന്ന സമയത്താണ് എന്നോട് ആദ്യമായിട്ട് സുവിശേഷം പറയപ്പെട്ട തമ്പിച്ചായൻ എന്ന് അറിയപ്പെടുന്ന പ്രിയ അപ്പച്ചനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനൊക്കെ തമ്പിച്ചായനാണെന്ന് എനിക്ക് വലിയ പ്രചോദനമായത്. കാരണം ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈൻ ബോർഡിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം. ഞാൻ കടന്നുപോയി, സന്തോഷത്തോടെ അവിടെ കടന്നുപോയി. അപ്പോഴും ഞാൻ നിരാശയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പീക്ക് ലെവലിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അന്ന് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൽ വലിയൊരു കരിങ്കല്ലിൻ്റെ ഒരു ഭാരം കയറ്റി വെച്ച് നടക്കുന്ന ഒരവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു ഈ അങ്കിളിനെ പരിചയപ്പെടുന്നതെല്ലാം. അങ്ങനെ പിന്നെ അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് ദൈവത്തെക്കുറിച്ച് പറയുവാനും ജീവനുള്ള ദൈവമുണ്ടെന്നും ആ ദൈവത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം നീങ്ങിപ്പോകുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം എനിക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇന്നതായിരുന്നു. അവിടെ ഒത്തിരി നാൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചുമരിൽ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീറൈറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് എഴുതി കൊടുക്കുവാനായിട്ടാണ് പുള്ളിക്കാരൻ എന്നെ വന്ന് കാണുകയും സമീപിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വിഷയങ്ങളൊക്കെ ഫാമിലിയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ തമ്പിച്ചാൻ എന്നോട് പറഞ്ഞു, ഇതുപോലെ ജീവനുള്ള ദൈവമുണ്ട്, ദൈവത്തെ അറിയണം. അപ്പോൾ എനിക്ക് അതോടൊപ്പം തന്നെ അവർക്ക് ഒത്തിരി ആ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ന്യൂ ടെസ്റ്റമെൻറ്റ് ബൈബിൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു, അത് കൊണ്ടുപോയി വായിക്കണം, വലിയ ആശ്വാസം സഹോദരന് ലഭിക്കും. അങ്ങനെ ഞാൻ ആ ന്യൂ ടെസ്റ്റമെൻറ്റ് ബൈബിളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കടന്നുപോയിട്ട് വീട്ടിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമേ ഇല്ലായിരുന്നു. കാരണം വീട്ടിൽ അന്ന് കറണ്ട് ഇല്ലായിരുന്നു, മണ്ണെണ്ണ വിളക്കിൻ്റെയൊക്കെ ആ ഒരു പ്രകാശത്തിലൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ സെപ്പറേറ്റ് റൂംസ് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വാസം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ആ ന്യൂ ടെസ്റ്റമെൻറ്റ് ബൈബിള് പതുക്കെ ഞാൻ വീട്ടിൽ ആരും കാണാതെ ഞാൻ വായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എൻ്റെ ചെസ്റ്റിലുള്ള ആ ഒരു വേദനയുടെ ആ ഒരു വലിയൊരു ഭാരം കയറ്റി വെച്ച ഒരു അവസ്ഥ ഗ്രാജുവലി എന്നിൽ നിന്ന് അത് മാറുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഈ ദൈവം വലിയൊരു പ്രത്യേകതയുള്ള ഒരു ദൈവമാണെന്ന് എനിക്ക് സ്വയമായിട്ട് രുചിച്ചറിയുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എന്തായാലും ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു പോകാനൊക്കെ ഇടയായി തീർന്നു. അന്ന് വീട്ടിലുള്ള ആരും ഞാനിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്ന കാര്യം അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലുള്ളവരൊന്നും അറിയാണ്ടൊക്കെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പിന്നെ അങ്ങനെ 2006 എനിക്ക് ഈ ജീവനുള്ള ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിപ്പാനൊക്കെയുള്ള ഒരു അവസരങ്ങളെ ദൈവം എനിക്കായിട്ട് തുറന്നു തന്നത്.
അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പെർമനൻ്റ്ലി എനിക്ക് ഒരു ഉപജീവനം അതായത് വേതനങ്ങളൊക്കെ വളരെയധികം കുറവ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വീട്ടിലെ ഈ രോഗാവസ്ഥയുടെ അവസ്ഥയിൽ കിടക്കുന്ന സഹോദരി, വീട്ടിലെ ചിലവുകൾ, അങ്ങനെ ഞങ്ങൾ 3 മക്കൾ പഠിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ പിതാവിന് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് എൻ്റെ ഒരു ഉപരിപഠനം പോലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു അങ്ങനെ എനിക്ക് മസ്കറ്റിലേക്കുള്ള ഒരു എൻട്രി ലഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മസ്കറ്റിൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. 2008 ലാസ്റ്റിൽ ഞാൻ മസ്കറ്റിൻ്റെ ദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോഴും എനിക്ക് വല്ലാത്തൊരു പ്രയാസങ്ങളും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ വീട് വിട്ടിട്ട് ഞാൻ എവിടേക്കും മാറി നിന്നിട്ടില്ല. അതിൻ്റേതായ ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അനുഭവപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അവരെ സേവ് ചെയ്യാണല്ലോ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണല്ലോ എന്നുള്ള ഒരു ബോധ്യം ഉള്ളിൽ വന്നതോട് കൂടിയിട്ട് ഞാൻ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നേറുവാൻ ദൈവത്തിൻ്റെ ഒരു കൃപ എന്നോട് കൂടെ ഇരുന്നതിനായിട്ട് എനിക്ക് അവിടെ ജോലി ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ഒമാനിലുള്ള OPA മസ്കറ്റ് എന്നറിയപ്പെടുന്ന ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് അറിയപ്പെടുന്ന 360 കൺട്രീസിലെ ഏറ്റവും വലിയ ഒരു സഭയിൽ എനിക്ക് അവിടെ ഒരു കൂട്ടായ്മ ആചരിക്കുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തുറന്നു തന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ 2011 ഞാൻ വിവാഹിതനായി. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഒമാനിലേക്ക് കടന്നുപോയി. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഒരു 2-3-4 മാസങ്ങൾക്ക് അപ്പുറം എൻ്റെ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഒരു നാട്ടിൽ നിന്ന് കോള് വരുവാനിടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരിക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായി മാറി. അങ്ങനെ പിന്നെ അവിടെ തന്നെയുള്ള പട്ടാമ്പിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുള്ളിക്കാരിയെ അഡ്മിറ്റ് പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെ പെട്ടെന്ന് ചെല്ലണം, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് സഹോദരി ഉള്ളത് എന്ന് കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തു, റൂമിലുള്ള ആരോടും ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്വയമായിട്ടിരുന്ന് ബൈബിളും എടുത്ത് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും കോള് വന്നു. വളരെയധികം കാരണം അവർ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ശരീരത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ശരീരം അത്രയധികം ബലഹീനനായി തീർന്ന ഒരു അവസ്ഥയിലായിരുന്നു സഹോദരി ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രാത്രി തന്നെ എൻ്റെ മൂത്ത സഹോദരി മരണമൊഴിയായിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷം ആ മൂത്ത സഹോദരിയുടെ മരണത്തോടുള്ള ബന്ധത്തിലാണ് എൻ്റെ മാതാവിനും ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ മോഡിലൂടെയൊക്കെ മാതാവ് കടന്നുപോയി. അങ്ങനെ 2014 ആയപ്പോൾ എൻ്റെ മാതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് വളരെയധികം ഞാൻ ദൈവത്തോട് പോലും ഒരു പരാതി ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ഈ 2 പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് വേർപെട്ടു പോയത്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 2 വ്യക്തികൾ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു മരണ വീട് പോലെയായ ഒരു അവസ്ഥയിലൂടെയാണ് ആയിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ വളരെയധികം പ്രയാസങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയി. അവിടെയൊക്കെ ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും വിശ്വസ്തയോടും കൂടെ ആയിരിക്കാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയുടെ ദേശത്ത് മധുര, അതായത് UP-യുടെ ദേശത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളായിരിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ സ്വദേശം കായംകുളത്താണ്. കായംകുളത്ത് കൺവെൻഷൻ പ്രാസംഗികനും ഗ്രന്ഥകാരനുമായ ബി മോനച്ചൻ ദേവദാസൻ്റെ സഭയിലെ മെമ്പേഴ്സാണ് എൻ്റെ വൈഫ് ആൻഡ് കുടുംബം. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നു. അവരുടെ പേര് എബനേസർ ആൻഡ് എലേസർ. 2 പേരും അവിടെ തന്നെ പഠിക്കുന്നു. വൈഫ് ഒരു നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഒരു ചാരിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു.
ഞാനിപ്പോൾ എൻ്റെ ഉപജീവനം ഫൈനലായിട്ട് നിർത്തി വന്നിട്ട് ഞാനിപ്പോൾ മധുരയിൽ തന്നെ എൻ്റെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ ഞാൻ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. എനിക്ക് എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ സത്യവേദ പുസ്തകം എടുത്ത് ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളും നിരാശപ്പെടുവാനോ അതുപോലെ തന്നെ തകർന്നു പോകാനോ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ സഹിക്കുന്നുവോ, നമ്മൾ എന്തൊക്കെ ത്യാഗം സഹിക്കുന്നുവോ അതിനൊക്കെ ദൈവം പ്രതിഫലമായിട്ട് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിശ്ചയമായിട്ട് തരും എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. കാരണം എനിക്ക് എൻ്റെ 2 പ്രിയപ്പെട്ടവർ എന്നെ വിട്ട് കടന്നു പോയപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തോട് മറുതലിക്കുകയോ, ഞാൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോവുകയോ, ഞാൻ ആത്മീയമായിട്ട് തളർന്നു പോവുകയോ ചെയ്യാതെ വണ്ണം അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതലായിട്ട് ഞാൻ കരുതുന്നു. കാരണം അവിടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തി. കാരണം നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള വേർപാട് അത് നമുക്ക് ഒരിക്കലും വാക്കുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം അവർ നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടതാണ്, പിന്നെ അവർ ഒരിക്കലും തിരികെ വരുന്നില്ല. പക്ഷേ അവിടെയൊക്കെ എന്നോട് കൂടെ എനിക്കൊരു ആശ്വാസമായി, എനിക്കൊരു സഖിയായി, തുണയായി, എന്നോട് കൂടെ ഇരുന്ന, ഇമ്മാനുവേലായി കൂടെ ഇരിക്കുന്ന എൻ്റെ ദൈവത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടെയൊക്കെ ദൈവം താണു വീണു പോകാതെ, ആത്മീയമായിട്ട് ശോഷിച്ചു പോകാതെ, അവിടെയൊക്കെ ദൈവം ബലം നൽകി, ശക്തി നൽകി എന്നെ ഇന്നയോളം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ ജീവനുള്ള ദൈവത്തെ എന്നെ കേൾക്കുന്ന മറ്റാരെങ്കിലും ഈ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാത്തവരുണ്ടെങ്കിൽ ഈ ദൈവത്തോട് ചേരണം എന്നുള്ള ഒരു ആഹ്വാനമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം എല്ലാ ദൈവങ്ങളിൽ നിന്നും, അതായത് നമുക്കറിയാം ഒരുപാട് ഹൈന്ദവ രീതിയിലുള്ള വിശ്വാസത്തിലാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ദേവീ ദേവഗണങ്ങളെയൊക്കെ ആരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ സത്യജീവനുള്ള ദൈവത്തെ എനിക്ക് കാണുവാൻ, കണ്ടുമുട്ടുവാൻ എനിക്ക് ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞാൻ മാനം, മഹത്വം, പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഈ സാക്ഷ്യം, എൻ്റെ ഈ ഒരു ചെറിയൊരു സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമായിട്ട്, നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിട്ട്, നിങ്ങളുടെ ആത്മീയ ഉണർവിന് ഒരു കാരണമായി, ഹേതുവായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും, ഹല്ലേലൂയ, ഇതിനെ എനിക്ക് ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന അഭിഷിക്ത കർത്തദാസൻ അനീഷ് പാസ്റ്ററിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ പിതാവ് ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ പിതാവിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇളയ സഹോദരിയും പിതാവും മാത്രമേ എൻ്റെ പാലക്കാടുള്ള പട്ടാമ്പിയിലുള്ള ഭവനത്തിലുള്ളൂ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സഹോദരിക്ക് ഒരു തക്ക തുണയെ ദൈവം ഒരുക്കി നൽകണം. ആ ഒരു വിഷയങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഈ ഒരു ദൈവത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നതിനൊക്കെ ദൈവം സഹായിക്കട്ടെ. ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും സമാധാനവും ഒരു വലിയൊരു രൂപാന്തരവും ദൈവം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ.